അതുപോലെ തന്നെ പല ബിസിനസ് ഓണേഴ്സും നമ്മൾ പോഡ്കാസ്റ്റ് വന്നിട്ടുള്ള പലരും കാണാം. അതായത് ഒരു 12-15 മണിക്കൂറുകളൊക്കെ അവർ ബിസിനസ്സിന് വേണ്ടിയിട്ട് അവർ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അവരുടെ ഡേ മൊത്തമായിട്ട് അവർ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ പല കാര്യങ്ങളും ഡിലേ ആയിരിക്കും, പല ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളും ഡിലേ ആയിരിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഈ ബിസിനസ്സിൽ കാര്യങ്ങൾ ചെയ്തെടുക്കുക എന്ന് പറയുന്നൊരു രീതിയിലുള്ള വ്യത്യാസമാണ്. ബിസിനസ് ഓണേഴ്സ് പലപ്പോഴും അവർ തുടക്കത്തിൽ അവർ തന്നെയാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവുക, അവർ തന്നെയാണ് കസ്റ്റമേഴ്സിന് സാധനം എത്തിച്ചു കൊടുത്തിട്ടുണ്ടാവുക, അവർ തന്നെയാണ് ബില്ലടിച്ചിട്ടുണ്ടാവുക, അവർ തന്നെയാണ് കസ്റ്റമർ കംപ്ലയിന്റ് ഹൈലൈറ്റ് ഉണ്ടാവുക. ഇതെല്ലാം ചെയ്ത് എന്തായി ഞാനൊരു ഓപ്പറേറ്ററായിട്ട് ഓൾറെഡി മാറിയിട്ടുണ്ട്. അതായത് ബിസിനസ് ഓണർ അറിയാതെ ആളുടെ ബ്രെയിന് ഒരു പാറ്റേണോട് പിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ചെയ്താലേ ശരിയാവുള്ളൂ. പല ബിസിനസ് ഓണേഴ്സും പറയുന്ന കാര്യമാണ്, ഞാൻ ഷോപ്പിലുണ്ടെങ്കിൽ കച്ചവടം നടക്കും, ഞാൻ ആ പണി ചെയ്താൽ ഓക്കെ ആവും, ഞാനായിരുന്നെങ്കിൽ കസ്റ്റമർ അങ്ങനെ പോവില്ലായിരുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിൽ എല്ലാത്തിലും ഇടപെടും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് വാട്സപ്പ് ഗ്രൂപ്പിലൂടെയാണ് പലപ്പോഴും ഇപ്പം കച്ചവടം നടക്കുന്നത്. അത്രയും വാട്സപ്പ് ഗ്രൂപ്പുകൾ, ചർച്ചകൾ, ഫോൺ കോളുകൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു പ്ലാനും ഇല്ലാതെ ഈ ബിസിനസ് ഓണർ എല്ലാത്തിലും ഇടപെട്ട് എല്ലാത്തിനും ഞാൻ വേണം, എല്ലാത്തിൻ്റെയും ഒരു അപ്രൂവൽ സെൻറ്ററും ഡിസിഷൻ മേക്കിംഗ് സെൻറ്ററും എല്ലാം ഞാൻ അറിയണം.